കേരളത്തിൽ നിന്ന് വള്ളത്തിൽ കയറി കർണാടകയിലേക്ക് കള്ളു കുടിക്കാൻ വന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും കള്ളു കുടിക്കാനും കഞ്ചാവ് വാങ്ങാനൊക്കെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. കഞ്ചാവൊക്കെ ഇവിടുത്തെ ഉൾക്കാടുകളിൽ ഒരുപാട് കൃഷിയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കർണാടകയുടെ കഞ്ചാവ് കൃഷിയും കഞ്ചാവ് വിൽപ്പനയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നമ്മളിങ്ങനെ ഓടിച്ചോണ്ടിരിക്കണോ അല്ലേ? ആന, കടുവ എല്ലാം സാധനങ്ങള് രാത്രിയാകുമ്പോ ഇറങ്ങുമല്ലേ? വീട്ടിലൊക്കെ വരാറുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് ആൾക്കാരനെല്ലാം തിന്നിട്ട് മനുഷ്യന്മാരെ തിന്നില്ല. കടുവല്ലേ? കേരള കർണാടക അതിർത്തി ഗ്രാമമായ ബാവലിയുടെ ഉൾഭാഗത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊടുങ്കാടിനുള്ളിലാണ് ഈ ഒരു ഗ്രാമം. കൊടുങ്കാടാണ്. നമ്മൾ വൈകിട്ട് ഒരു 6 മണി സമയത്താണ് ഈ ഒരു ഭാഗത്തേക്ക് പോണത്. ഡേഞ്ചറാണ് ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്ര. വന്യമൃഗങ്ങളുടെ നല്ല ആക്രമണമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ പലവിധ ദുരൂഹതകൾ നിറഞ്ഞൊരു സ്പോട്ടാണ് ഈ ഉള്ളിലേക്കുള്ള ഓരോ ഗ്രാമങ്ങളും. കർണാടകയിലെ ബൈരക്കുപ്പ എന്ന വില്ലേജിന്റെ ഉൾഗ്രാമങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എപ്പോഴും ഈ വഴി പോകുമ്പോൾ നോർക്കും ഇതിന്റെ ഉള്ളിലേക്കൊക്കെ എന്താണ് കാണാനുള്ളതെന്ന്. അപ്പം ഇന്ന് എന്തായാലും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കാണ് പോകാൻ പോണത്. ഫുള്ള് കൃഷികൾ തന്നെയാണ്. നെൽകൃഷികളും തെങ്ങിൻ തോപ്പും വാഴക്കൃഷി, അങ്ങനെ പലവിധ കൃഷികളാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കഞ്ചാവ് കൃഷി ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കേസുകളൊക്കെ ന്യൂസിലൊക്കെ നോക്കി അറിയാം. കൂടുതലും കഞ്ചാവ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യണത് ഈ ബാവലി ബൈരക്കുപ്പ ഭാഗത്തു നിന്നാണ് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോണതും വ്യാപാരം ഒരുപാട് നടക്കണതൊക്കെ ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉൾക്കാടുകളിൽ കൃഷി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. റോഡൊക്കെ ഈ ഭാഗത്തെ എല്ലാ സ്ഥലത്തും വളരെ മോശമാണ്. ഈ ഭാഗത്ത് എവിടെ വന്നാലും റോഡ് വളരെ മോശമാണ്. ഫോറസ്റ്റ് ഏരിയ ആയിട്ട് തന്നെ ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണ പല സ്ഥലങ്ങളിലും റോഡ് മോശമായി കഴിഞ്ഞാൽ നന്നാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇവിടെയൊക്കെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണ്. നല്ല പേടിക്കേണ്ട സ്ഥലമാണ്. പിന്നെ രാത്രി യാത്ര നിരോധനമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇതൊക്കെ. രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇവിടുന്ന് പാസ് ചെയ്യാനൊന്നും പറ്റില്ല. കേരള കർണാടക അതിർത്തിയൊക്കെ എല്ലാം ക്ലോസ് ചെയ്യും. ഈ ഒരു ഭാഗത്ത് കുറച്ചധികം വീടുകൾ കാണാൻ പറ്റുന്നത് ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ബൈരക്കുപ്പയിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പായിട്ടാണ് അത്യാവശ്യം കുറച്ച് നല്ല വീടുകളും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരൊക്കെ കൂടി താമസിക്കണം. പിന്നെ അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് ഗ്രാമങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഈ ബൈരക്കുപ്പയിൽ വന്നു പോയതാണ്. അപ്പം നമുക്ക് രാത്രി ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങൾ പോകാമെന്നുള്ളൊരു പ്ലാനിൽ വന്നതാണ്. കൂടുതൽ ആൾക്കാർ ഈ ഭാഗത്തേക്ക് കേരളത്തിൽ നിന്ന് കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അല്ലാതെ പിന്നെ ഇവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. പിന്നെ കഞ്ചാവും മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ കൃഷി ചെയ്യണതും വിൽക്കണതൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെ എല്ലാം കൂടുതലും പുഴമീൻ തന്നെ കേട്ടോ. കൂടുതലും നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുന്നത്. പിലോപ്പിന്റെ വില 140 രൂപയാണ് ഇവിടെ 1 കിലോക്ക്. കേരളത്തിൽ 200 രൂപയ്ക്ക് മേളിലുണ്ട്. കൂടുതൽ ആൾക്കാരും കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഈ തോണി കയറി വരുന്നത്. പിന്നെ പണിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോണ ആൾക്കാരും ഈ തോണി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ കൂടി കേരളത്തിലേക്ക് പോകാൻ പാലമുണ്ട്. ബാവലി വഴി നേരെ പോയി കഴിഞ്ഞാൽ പാലം കാര്യങ്ങൾ ചേകാടി പാലം വഴി കയറിയൊക്കെ നമുക്ക് ഈ റൂട്ടിലേക്ക് വരാം. അതേപോലെ തന്നെ വെള്ളത്തിലും പോവാം. ഇതാണ് ഇവിടുത്തെ ബാറ്. വലിയ സെറ്റപ്പൊന്നും ഇല്ല. ഇവിടെ ഒരുപാട് ബാറുണ്ട് കേട്ടോ. വലിയ വികസനമൊന്നും ഇല്ലെങ്കിലും ഇഷ്ടം പോലെ ബാറുണ്ട് ഇവിടെ. നമ്മൾ നേരെ ഇതിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്കാണ് ഇന്ന് പോകാൻ പോണത്. വൈകിട്ടായി എങ്കിലും സമയം പോയി എങ്കിലും നമ്മൾ ഇന്നെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാൻ പോയി കേട്ടോ. ഒരുപാട് ഡേഞ്ചർ റൂട്ടാണ് വൈകിട്ടായി കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലൊക്കെ സ്റ്റേ ആണ്. ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റേ ആണ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഉൾഗ്രാമങ്ങളിലേക്കാണ് ഇന്ന് വിടുന്നത്. ഫുള്ള് കാടുകൾ പോലത്തെ സ്ഥലങ്ങളാട്ടോ. ഫുള്ള് കാടാണ് ഈ ഒരു ഏരിയയിലേക്ക്. ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ആനേനെയും കടുവേനെയൊക്കെ ഈ ഒരു റൂട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അത്രയും വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളൊരു സ്ഥലമാണിത്. കണ്ടില്ലേ, ഫുള്ള് കാട് തന്നെയാണ് ഈ ഒരു റൂട്ടിൽ. വെറുതെ അങ്ങോട്ട് ഓടിച്ച് പോയാട്ടോ. നമ്മൾ എവിടെ പോകേണ്ടതെന്നും എവിടെ എത്തേണ്ടതെന്നൊന്നും അറിയില്ല. വെറുതെ കണ്ടൊരു റോഡ് നേരെ ഓടിച്ച് പോകാൻ പോയി. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്കറിയില്ല. പയറ് പോലെ ഏതാ അല്ലയോ ആരെന്ത് എന്താ പയറ് പോലെ സംസാരിക്കുന്നത് പറയുമ്പോൾ നല്ല ആനേൻ്റെ സ്മെല്ലാണ് ഈ ഒരു ഭാഗത്തൊക്കെ. അവിടെയൊക്കെ റോഡിലെ ആൾക്കാർ പേടിയില്ലാതെ നിൽക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുകയാണ് ആന കറക്റ്റ് നമ്മുടെ അടുത്തുള്ള പോലത്തെ ഒരു സ്മെല്ലാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്.
മുള്ളുണ്ടാവും. പഠിക്കാനൊക്കെ പോക്ക് കണക്കായിക്കൂടെ? ആനപ്പിണ്ണം കിടക്കണുണ്ടോ? ആനപ്പിണ്ണ റോഡിൽ കിടപ്പുണ്ട്. ആനുള്ള ഏരിയയാണ് ശരിക്കും. എന്തായാലും ഇവിടെയൊക്കെ നമ്മള് വെറുതെ അങ്ങനെ കറങ്ങി നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ലൈറ്റ് കിട്ടണം. നാട്ടിലെ അമ്പിയല്ല. ഇവിടെ വരെ ഉള്ളു റോഡ്, ഇവിടെ വരെ ഉള്ളു. ആ റോഡ് ഇത് ഗുണ്ടര വരെ പോകാം, പിന്നെ ഇത് തന്നെ തിരിച്ചു വരണം. ആണല്ലേ? ഇതെന്താ അമ്പീനെ? ഇത് മയില് 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 കുറങ്ങ് ഓടിക്കാൻ വേണ്ടിട്ട്. കൃഷി ഉണ്ടാ? കൃഷി കൃഷി ഓടിക്കണമല്ലേ? പിന്നെ ഓടിക്കണം, ഇല്ലെങ്കിൽ നിൽക്കില്ല. ഭയങ്കര ശല്യം. ആരാമുന്നവരെ നമ്മളിങ്ങനെ ഓടിച്ചോണ്ടേ ഇരിക്കണമല്ലേ? മയിലാണോ പ്രശ്നം? മയില് പിന്നെ കുറങ്ങ്. കൃഷിക്ക് നമ്മൾ കൃഷിയെടുത്ത പകുതി മൃഗങ്ങളെന്നെ ഈ പന്നി, ആന, മാന് ഇതൊക്കെ ഭയങ്കര ശല്യ. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ അധികാരികൾ വന്നു നോക്കില്ല. നമുക്ക് റോഡ് വരെ നടക്കാൻ രാത്രി സമയത്തിൽ നടന്നു രാത്രി സമയത്തിൽ ഒരു സുഖമില്ലെങ്കിൽ പോകാനോ വണ്ടി കിണ്ടി കൊണ്ടുപോകാനോ ആരും വണ്ടി വിളിച്ചാൽ വരില്ല. നമ്മുടെ പോലെ പാവപ്പെട്ടവർക്ക് ആരും വരില്ല. എന്താന്ന് പറഞ്ഞാൽ റോഡ് ശരിയില്ല. ഈ സമയത്ത് വന്നാൽ മൃഗങ്ങളുടെ ശല്യം. റോഡ് നന്നായിട്ടുണ്ടെങ്കിൽ വരാം. പിന്നെ റോഡ് ആക്കില്ല. നമ്മുടെ ഇവിടെ MLA MP കളൊക്കെ ആരും ഇവിടെ വന്ന് ചെയ്യാറില്ല. നിങ്ങൾ കണ്ടില്ലേ വന്ന കഷ്ടപ്പാട്? കണ്ട് വഴിയൊക്കെ വളരെ മോശം, ഭയങ്കര മോശത്ത് മാത്രം വന്നിട്ട് ഇവിടെ നമുക്ക് നിങ്ങൾ വോട്ട് ചെയ്, നമ്മൾ ഇതാക്കി തരാം എന്നിട്ട് സോപ്പിട്ട് വോട്ട് മേടിച്ചോണ്ട് പോകും. പിന്നെ ഒന്നും ചെയ്യില്ല. ഇവിടുത്തെ ഉള്ള നമ്മളെ പഞ്ചായത്തിക്കാരും അങ്ങനെയാണ്, ഒന്നും ചെയ്യാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇത്ര ആന ഇതൊക്കെ ഇതുണ്ട്. ഇതിനകത്ത് ഒരു ഷോക്ക് വരെ ഇട്ട് കൊടുക്കില്ല. ഷോക്ക് ഇടൂല? ഇല്ല, ഇത് നമ്മൾ സ്വന്തം ഇട്ടിരിക്കുന്ന ഷോക്ക് വരെ ഇട്ട് കൊടുക്കില്ല. എല്ലാം നാശാക്കി ഇതാ ചെറുപ്പത്ത് ആനക്ക് ഇതാ ഇതൊക്കെ ആനക്കുയ്യ. ഇലക്ട്രിക് ഫെൻസ് ആണല്ലേ? ഇതൊക്കെ ആനക്കുയ്യ. അപ്പോൾ ഇതാക്കി രണ്ടാമതാ പിന്നെ നട്ട് ഇത് പിടിപ്പിച്ച് ഇത്ര ബുദ്ധിമുട്ട്. രാത്രി സമയത്ത് പകല് എല്ലാം ഞങ്ങളുടെ കഷ്ടപ്പാട് ഇങ്ങനെയാണ്. ഇത് ഏതിനത്തിലുള്ള അരിയാ? ഏതിനത്തിലുള്ള അരിയാ? അറിയാ? ഇത് മട്ടല്ലേ? മട്ടി മട്ടേ. ചോപ്പറി. ഗന്ധശാല ഒന്നും ഇവിടെ ഇല്ല? ഗന്ധശാല ഇവിടെ ഇല്ല. ഗന്ധശാല കൃഷി ഇവിടെ ഇല്ല. തൊണ്ടി ഇല്ല. തൊണ്ടി ഉണ്ട്. ഇപ്പൊ തൊണ്ടി കുറവാ, ഇല്ല ഇവിടെ. ഇപ്പൊ എന്നാല് പാലക്കാട് മട്ട, കുറുവത്തോണ്ടി, ഇങ്ങനെ പല സൈസുള്ള ഇത് മാത്രമേ. ആന, കടുവ എല്ലാം സാധനങ്ങള് രാത്രിയാകുമ്പോ ഇറങ്ങുമല്ലേ? ഇറങ്ങും. വീട്ടിലൊക്കെ വരാറുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇപ്പോ 2-3 കൊല്ലം മുമ്പേ ഇവിടെ എല്ലാം ആൾക്കാരനെ എല്ലാം തിന്നിട്ട് മനുഷ്യന്മാരെ തിന്നില്ല. കടുവല്ലേ? കടുവ. അത്ര ഇപ്പൊ കടുവ എന്ന് പറഞ്ഞ പുലിയല്ലേ? പുലിയാണോ മറ്റേ സാധനമാണോ? ടൈഗറാണോ? ടൈഗർ അല്ല, പുലി. കന്നഡയിൽ ഇവര് കടുവക്ക് പുലി എന്നാ പറയണ. നിങ്ങൾ അവിടെ കടുവ തന്നെ പറയും. കടുവ എന്ന് പറയും. ഡേഞ്ചർ ആണല്ലേ കുറച്ചുകൂടെ. ഇതിപ്പോ രാത്രി ഞങ്ങൾ പോകുമ്പോ ചാടാനുള്ള ചാൻസ് ഉണ്ടോ? എവിടെ കടുവ എന്തെങ്കിലും പുലി